എന്താണ് കമ്മ്യൂണിസം? ലോകം കീഴടക്കിയ രാജാക്കന്മാരുടെയും യുദ്ധങ്ങളുടെയും കഥകൾ മാത്രമല്ല, പോരാട്ടത്തിന്റെയും ചോരചിന്തിയതിന്റെയും നിശബ്ദനാക്കപ്പെട്ടവന്റെയും കൂടിയാണ്. ലോകത്തിന്റെ ഏത് കോണിലും അധികാരവർഗത്തിന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ ഒരു പാവപ്പെട്ടവൻ നടുനിവർത്തി നിന്ന് വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ ജ്വലിച്ചു നിന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അടിപതറാത്ത, ഭയപ്പെടാത്ത ആ ആശയത്തിന്റെ പേരാണ് കമ്മ്യൂണിസം. പണമുള്ളവൻ ലോകം ഭരിക്കുമെന്നും ഇല്ലാത്തവൻ എന്റെ കാൽ കീഴിൽ ജീവിക്കുമെന്നും എഴുതി വെച്ച വ്യവസ്ഥിതിയുടെ നെഞ്ചിൽ കയറി നിന്നാണ് ഈ ചുവപ്പ് രാഷ്ട്രീയം സംസാരിക്കുന്നത്. കറുത്ത പുകയിലും പാടത്തെ കളിമണ്ണിലും വിയർപ്പൊഴിക്കിയ തൊഴിലാളിയാണ് ഈ ലോകത്തിന്റെ യഥാർത്ഥ ശില്പിയെന്ന് ഈ ലോകത്തോട് ഉറക്കെ പറഞ്ഞതും പഠിപ്പിച്ചതും വേറെ ആരുമല്ല, കാറൽ മാർക്സ് ആണ്. സമ്പത്താക്കി മാറ്റിയവന്റെയും ചോരയെ ചരിത്രത്തിന്റെ മഷിയാക്കി മാറ്റിയവന്റെയും ഇതിഹാസത്തിന്റെ കൂടി കഥയാണ് കമ്മ്യൂണിസം. അത് വാക്കും അടിമയല്ല, ഒരാളുടെ അധ്വാനം മറ്റൊരാൾക്ക് ചൂഷണം ചെയ്യാനുള്ളതുമല്ല. എന്ന് പറഞ്ഞാൽ അത് വെറുമൊരു വാക്കല്ല, ജീവിക്കാനുള്ള അവകാശമാണ്. മുതലാളിത്തത്തിന്റെ കോട്ടകൊത്തളങ്ങൾ എത്ര ഉയരത്തിൽ വളർന്നാലും പട്ടിണി കിടക്കുന്നവന്റെ ഒരുമിച്ചുള്ള മുന്നേറ്റത്തിന് മുന്നിൽ അതൊക്കെ തകർന്നടിയുക തന്നെ ചെയ്യും. ചരിത്രം എത്രയോ വട്ടം തെളിയിച്ചതാണ്. ചിലർ ചോദിക്കും, എന്താണ് കമ്മ്യൂണിസം എന്ന്? അധികാരത്തിന്റെ കസേരയിൽ നിന്ന് പാവപ്പെട്ടവനെ ചവിട്ടി മതിക്കാൻ നോക്കുമ്പോൾ അവന്റെ മുഖത്ത് നോക്കി പാടില്ല എന്ന് പറയാനുള്ള ആർജവമുണ്ടല്ലോ, അതാണ് കമ്മ്യൂണിസം. ചിന്തിക്കുന്നവന്റെ വയറും ചിന്തിക്കുന്നവന്റെ തലച്ചോറും ഒന്നാകുമ്പോൾ അവിടെ ഒരു വിപ്ലവം ജനിക്കുന്നു. ആ വിപ്ലവത്തിന്റെ ഇന്ധനമാണ് ചുവപ്പ്. ഇത് വെറും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഇതൊരു പ്രതിരോധമാണ്. ലോകത്തിന്റെ ഏത് കോണിലും അനീതി നടക്കുമ്പോൾ പോരാടുന്നവന്റെ മനസ്സിൽ ഇതിന്റെ ഒരു കനലുണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെ ഇല്ലാതാക്കാൻ നോക്കിയവരെല്ലാം തോറ്റുപോയത്. മനുഷ്യരെ കൊല്ലാൻ, മനുഷ്യത്വത്തെയും മനുഷ്യത്വത്തിൽ അടിസ്ഥിതമായ ഒരു പ്രത്യയശാസ്ത്രത്തെയും കൊല്ലാൻ ഒരു തോക്കിനും പറ്റില്ല. അതുകൊണ്ട് ചരിത്രം ചവറ്റുകുട്ടയിൽ തള്ളാൻ നോക്കിയാലും അധികാരവർഗം വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാലും ഈ ചുവപ്പ് ജ്വലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ചൂഷണം നിലനിൽക്കുന്നിടത്തോളം പ്രതിരോധം ജനിക്കും, പ്രതിരോധം ജനിക്കുന്നിടത്തോളം കമ്മ്യൂണിസം ജ്വലിക്കും. സമത്വത്തിന്റെ ചുവന്ന സൂര്യൻ അസ്തമിക്കുകയില്ല. വരുന്ന ഓരോ തലമുറയുടെയും പോരാട്ടങ്ങളിലൂടെ അത് ഉദിച്ചുയരുക തന്നെ ചെയ്യും. ലാൽ സലാം.